ഫ്രണ്ട്ഷിപ്പ് ടോക്സിക് ആണോ അല്ലയോ, ഇതെവിടെ ചെന്ന് എത്തും എന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ചില സയൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ആ സയൻസുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സൈൻ നമ്പർ 1, ആ വ്യക്തി നിങ്ങളുടെ സന്തോഷത്തിന് മാത്രമേ കൂട്ടുനിൽക്കുന്നുള്ളൂ എങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. സന്തോഷത്തിൽ മാത്രമല്ല സങ്കടത്തിലും പങ്കുചേരുന്നവരാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും ഇത് കൺഫേം ചെയ്യാൻ പറ്റില്ല ടോക്സിക് ആണെന്ന്. ഒരു 2 ആഴ്ച 3 ആഴ്ച സമയം എന്തായാലും വേണ്ടിവരും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും ഇത് ടോക്സിക് ആണോ അല്ലയോ എന്നുള്ളത്. ഈ സയൻസുകൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് അവരുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും അവരുടെ പഴയ ഫ്രണ്ട്സിനെ കുറിച്ചും കൂടുതലായിട്ട് ചോദിക്കുക. അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരെ പറ്റി നന്നായി പറയുന്നു എങ്കിൽ അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പാണ്, ടോക്സിക് അല്ല എന്നുള്ളതാണ് അർത്ഥം. ഇനി അഥവാ അവർ പറയാണ് ഞാൻ അങ്ങനെ അവരോട് സംസാരിക്കാറില്ല വിളിക്കാറില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അതേ സംഭവം നിങ്ങളോട് ചെയ്യാനൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സൈനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. ഒരു 2 ആഴ്ച ഗ്യാപ്പ് മതി ഇത് വ്യക്തമായി കണ്ടുപിടിക്കാനായിട്ട്. ചില ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നിങ്ങളെ മതി. അതായത് നിങ്ങളുടെ കൂടെയുള്ള സംസാരം അവർക്ക് നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര ഫണ്ണി ആണെങ്കിൽ അത് അവർക്ക് നല്ല സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവരുടെ എന്റർടൈൻമെന്റിന് മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടുന്നു എങ്കിൽ അതിപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയായിരിക്കും. അതൊരു വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ്. വേറൊരു ടൈപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഇത് ഏതാണ്ട് എല്ലാവരുടെ ലൈഫിലും ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിങ്ങളുടെ അടുത്ത് വരുന്നത് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. നിങ്ങളുടെ ഇന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർക്ക് വേണം, അതിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ടോക്സിക് തന്നെയാണ്. അവർക്ക് ഇതിനു മുമ്പൊന്നും നേരം കാണില്ല, പക്ഷെ ഒരു ഹെൽപ്പ് വേണ്ടി വന്നാൽ അപ്പോൾ ചെന്നെത്തുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും. സോ ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊന്നും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് തന്നെ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഫ്രണ്ട്ഷിപ്പാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ കുറ്റങ്ങൾ അവർ നിങ്ങളോട് തന്നെ വന്ന് പറയുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല വേറൊരു വ്യക്തികളുണ്ട് നിങ്ങളോട് ഒന്നും പറയില്ല, ഇത് വേറെ ആരോടെങ്കിലും പോയി പറയും, അത് ടോക്സിക് ആണ്. നിങ്ങളുടെ കുറ്റങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ അവർ വന്ന് പറയും, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ വന്ന് പറയും. നിങ്ങളോട് സ്നേഹമുള്ള കുറച്ച് കൂട്ടർ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ. സ്നേഹമില്ല എങ്കിൽ ഇത് നിങ്ങളോട് വന്ന് പറയില്ല, പകരം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. ഇതിന്റെ രണ്ടിനും ഡിഫറൻസ് നിങ്ങൾ തിരിച്ചറിയാൻ വേണം. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും വന്ന്, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടിൽ ആരെങ്കിലും വന്നിട്ട് എന്താ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അവരെന്നെ പറ്റി കുറ്റം പറയാമെന്ന് വിചാരിക്കില്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇത്രയേ ഉള്ള നിർത്തുന്ന വീഡിയോ. ഈ സയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് നോക്കി വെക്കുക. കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരേണ്ടി വരുമല്ലോ, ലൈഫല്ലേ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. നോട്ട് ചെയ്ത് വെക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വരുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.